CPIM നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കമെറിഞ്ഞാണ് പൊന്നാനിയിൽ വീട് കത്തിയതെന്ന് KPCC സെക്രട്ടറി KP നൌഷാദ് അലി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പൊന്നാനി മുക്കാടിയിൽ വീടിന് തീപിടിച്ചത് CPIM നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിന്നുണ്ടായ പടക്കമെറിഞ്ഞാണെന്നും തീരദേശ മേഖലയിൽ UDFന്റെ ശ്രദ്ധേയമായ നേട്ടത്തിൽ പ്രതികാര ബുദ്ധിയോടെ CPIM UDF പ്രവർത്തകർക്ക് നേരെ പോലീസിനെ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും നൌഷാദ് അലി പറഞ്ഞു. ഞങ്ങൾ നിൽക്കുന്നത് വാർഡ് 51-ലാണ്. ഇവിടെ ശ്രീ കാദർകുട്ടി മത്സരിച്ച് ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എതിരാളിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കാദർകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുത്തക വാർഡ് ഇത്തരത്തിൽ 300-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചപ്പോൾ പ്രതികാര നടപടികളും വൈരനിര്യാതന ബുദ്ധിയുമായിട്ടാണ് CPM രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെ രണ്ട് പ്രകടനങ്ങൾ, 51-ാം വാർഡിലെ പ്രകടനം, 50-ാം വാർഡിലെ പ്രകടനം, ഈ രണ്ട് പ്രകടനങ്ങൾ തമ്മിൽ സംഗമിക്കുന്ന ഇടത്ത് ഓല വീടുകളുണ്ട്. അവിടെ പടക്കം പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വീടിൻ്റെ മേൽക്കൂരയ്ക്ക് തീപിടിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ ഒരു അത്യാഹിതവും സംഭവിച്ചില്ല. മേൽക്കൂര പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുകയും ചെയ്തു. ആ ഒരു സംഭവം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അത് CPM പ്രവർത്തകർ സംഘടിച്ചു നിന്ന് അവരുടെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ നിന്ന് പൊട്ടിയ പടക്കത്തിൽ നിന്ന് പടർന്ന തീയാണ്. കാരണം അവർ സംഘടിച്ചു നിന്ന ഭാഗത്തെ വീടിൻ്റെ മേൽക്കൂരയാണ് തീപിടുത്തത്തിൽ അകപ്പെട്ടു പോയത്. അല്ലാതെ UDF സംഘടിച്ചു നിന്ന ഞങ്ങളുടെ പ്രവർത്തകർ നിന്ന ഭാഗത്തെ മേൽക്കൂരക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ ഉടമ ഒരു CPM അനുഭാവിയാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് CPM എഴുതി കൊടുത്ത മുഴുവൻ ആളുകളെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അവരുടെ വീടുകളിലേക്ക് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ പോലീസുകാർ ഇരച്ചു കയറുകയാണ്. അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പ്രായമായവരോടൊക്കെ മോശമായ രീതിയിൽ പെരുമാറുകയാണ്. പോലീസുകാരുടെ ശരീരഭാഷയൊക്കെ ഒരു തീവ്രവാദി വേട്ടയ്ക്ക് തുല്യമായ മട്ടിലാണ് അവരുടെ മുഖഭാവങ്ങളും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും ഒക്കെ. തീർച്ചയായിട്ടും ഇവിടെ ഈ വീഡിയോകളൊക്കെ പോലീസുകാരുടെയും നാട്ടുകാരുടെയൊക്കെ മുമ്പിലുണ്ട്. ആ വീടിന് തീ പിടിച്ച വേളയിൽ പോലും തീ അണക്കരുത്, മൊത്തം തീ കത്തിപ്പോയിക്കോട്ടെ, ആരും തീ അണക്കരുത് എന്ന് വലിയ വായിൽ ആഹ്വാനം മുഴക്കുന്ന CPM നേതാക്കളൊക്കെ ഉള്ള വീഡിയോ ആണ്. അത്തരത്തിൽ തീപിടുത്തത്തെ പ്രോത്സാഹിപ്പിച്ച് തീ പിടിപ്പിച്ച് അത് ആവോളം ആളിക്കത്തട്ടെ എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ആളുകൾ നൽകുന്ന കടലാസിലെ പേരുകൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ 2 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. പ്രായഭേദമന്യേ ഇവരുടെയൊക്കെ വീടുകളിൽ കയറി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലീസിനെതിരെ അതിശക്തമായ ജനവികാരം ഇവിടെ ഉയരുകയാണ്. സംഭവത്തിൽ പോലീസ് നിഷ്പക്ഷമായി അന്വേഷിച്ച് നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.